നിങ്ങൾ കാര്യമായൊരു മനുഷ്യനെ ദ്രോഹിച്ചു, വല്ലാണ്ട് പ്രയാസപ്പെടുത്തി, കല്യാണം നടക്കാതെ വിഷമിച്ചുക്കുമ്പോൾ ആ കുട്ടീൻ്റെ കല്യാണം മുഴുവൻ അങ്ങാടി നിന്നും മുടക്കി വിട്ടിട്ടുണ്ട്. ഇതൊക്കെ പടച്ചോൻ പുറത്തരണമെന്നൊരു നിർബന്ധമല്ലേ? ആ മനുഷ്യൻ്റെ വിശാല മനസ്സുകൊണ്ട് അയാൾ പുറത്തു തന്നേക്കാം, പക്ഷെ അള്ളാഹു പൊറുക്കണമെന്ന് നിർബന്ധമല്ല. അള്ളാഹുവിന് അതിൻ്റെ പേരിൽ നിങ്ങളെ ശിക്ഷിക്കാൻ അവകാശമുണ്ട്. നമ്മൾ പറയില്ലേ പുറത്തെടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ ദുൽമും ചെയ്തിട്ട് നമ്മൾ പുറത്തെടുത്ത് പോലും ഇങ്ങനെ വിലസേ അവർക്ക് ഇങ്ങനെ റഹ്മത്ത് ചെയ്യണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, നിങ്ങൾ പുറത്തു കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഖൈർ അല്ലാഹു തരും. അത് വലിയൊരു ഹസനത്തിൽ വലിയൊരു നന്മയാണ്. നമ്മളോട് ദുൽമ ചെയ്തവർക്ക് നമ്മൾ മാപ്പാക്കി കൊടുക്കാൻ നമ്മൾ പുറത്തു കൊടുക്കും. അല്ലാഹു പൊറുക്കോ? പൊറുക്കണം നിർബന്ധമല്ല, അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക? തോന്നിവാസം പറയാം, മനുഷ്യന്മാരെ പറ്റി ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് നടക്കുക, എഴുതി വിടുക, പാച്ചത്തെറി അഭിഷേകം ചെയ്യുക, അങ്ങനത്തെ വീഡിയോകൾ ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് അവസാനം കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാവരും മാപ്പാക്കണേ, ഞാൻ എല്ലാവരും പരസ്യമായി മാപ്പ് ചോദിക്കുകയാണ്. ഇനി ഒരു പുറത്ത് തരാതിരിക്കുക. പുറത്ത് തന്നാൽ പോലും നിങ്ങളാ ചെയ്ത ഗീബത്തും നമീമത്തും അള്ളാഹുവിനോടും കൂടെ ചെയ്ത തെറ്റാണ്. അത് അള്ളാഹുവാണ് പുറത്തരേണ്ടത്. മനുഷ്യനോടുള്ള ഹഖൂഖുകൾ മനുഷ്യന് പുറത്തു തരാം, പക്ഷെ ആ തെറ്റ് അതേസമയം അള്ളാഹുവിനോടും കൂടെ ചെയ്ത തെറ്റാണ്. അത് അള്ളാഹു പുറത്തു തരണമെങ്കിൽ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല.